ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോയുടെ ഇൻട്രോ ഞാനാണ് പറയുന്നത്. ഇന്നൊരു ബർത്ത്ഡേ സർപ്രൈസ് വീഡിയോ കണ്ടാലോ? ഇന്നൊരു ബർത്ത്ഡേ സർപ്രൈസ് വീഡിയോ ആയാലോ? അതായത് ഞങ്ങളുടെ സെൻറ്ററിലെ ഒരു പേഷ്യൻറ്റിൻ്റെ ഹസ്ബൻഡ് തൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കുന്ന ഒരു സർപ്രൈസിൻ്റെ കഥയാട്ടോ ഇത്. പുള്ളിക്കാരൻ ഓൾറെഡി തൻ്റെ ഭാര്യനെ 12 മണിക്ക് തന്നെ കറക്റ്റായിട്ട് വിഷ് ചെയ്ത് ഗിഫ്റ്റും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് പോരാഞ്ഞിട്ട് അദ്ദേഹത്തിനൊരാഗ്രഹവും കൂടി, തൻ്റെ ഭാര്യയ്ക്ക് ലൈറ്റായിട്ടൊരു കേക്ക് കട്ടിങ് കൂടി നടത്തണമെന്ന്. അതിനായിട്ട് പുള്ളി തന്നെ ഡെക്കറേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വാങ്ങി ഞങ്ങളെ സമീപിക്കുകയായിരുന്നു. ഞങ്ങളും പിന്നെ സെറ്റാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഡോക്ടറും കൂടെ കൂടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഡെക്കറേഷനൊക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളുടെ ഡ്രസ് കോഡ് കണ്ടോ? ഞങ്ങളെല്ലാവരും ബ്ലാക്കാണ്. അതെന്താ അങ്ങനെ വന്നേന്നൊന്നും അറിയില്ല, പറഞ്ഞിട്ടിട്ടതൊന്നുമല്ല കേട്ടോ. എന്തോ യാദൃശ്ചികമായിട്ട് അങ്ങനെ വന്നുപോയി. ഞാൻ വലിയ കാര്യത്തോടെ ഡെക്കറേഷൻ പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. ഇതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ തമാശകൾ നടക്കുന്നുണ്ട്, പക്ഷെ ഞാനിതൊന്നും അറിയുന്നില്ല. ശരിക്കും ഇതെല്ലാം കാണുന്നത് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. എന്താ പരിപാടി എന്ന് വെച്ചാൽ ബലൂണ് നിറച്ചിട്ട് അതിൻ്റെ കാറ്റ് കളയുക, ബലൂണ് പിന്നെയും നിറയ്ക്കുക, അതിൻ്റെ കാറ്റ് കളയുക. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന മെയിൻ പരിപാടി. ഞാനിവിടെ കഷ്ടപ്പെട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്കാണ് അവരുടെ ഓരോ തമാശകളെ, ചുമ്മാ പറഞ്ഞതാണ്. അങ്ങനെ ഇതാട്ടോ ഫൈനൽ ലുക്ക്. പുള്ളി തന്നെ വാങ്ങിയ ഒരു കേക്കും ഒരു ഫോട്ടോ ഫ്രെയിമും അതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാട്ടോ നമ്മുടെ കഥാനായിക ബാക്കിൽ നിൽക്കുന്നതാണ് അവളുടെ സ്നേഹനിധിയായ ഹസ്ബൻഡ്. അവരുടെ കൂട്ടിനൊരു കുഞ്ഞ് ഏഞ്ചലും കൂടെ ഉണ്ട് കേട്ടോ. എന്തായാലും പുള്ളിക്കാർ ഇതൊട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം അവളുടെ ഹസ്ബൻഡ് ഓൾറെഡി അവളെ വിഷ് ചെയ്ത് ഗിഫ്റ്റൊക്കെ കൊടുത്തതായത് കൊണ്ട് ഇതൊട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ കേക്ക് കട്ടിങ് സെറമണിയിലേക്ക് കടക്കുകയാണ് ഗൈസ്. ഇവിടെ ഇതാദ്യമായിട്ടാട്ടോ പേഷ്യൻറ്റിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ നടക്കുന്നത്. അതായത് ഹസ്ബൻഡ് മുൻകൈ എടുത്ത് നടത്തുന്ന ഒരു സെലിബ്രേഷൻ. അങ്ങനെ സ്നേഹനിധിയായ ഹസ്ബൻഡും വൈഫും കൂടി കേക്കൊക്കെ കട്ട് ചെയ്ത് ഗിഫ്റ്റൊക്കെ കൈമാറി ഹാപ്പിയായി. അവർ രണ്ടാളും നല്ല ഹാപ്പിയായി കേട്ടോ. നിങ്ങൾ മാത്രമല്ല കേട്ടോ, ഞങ്ങളും നല്ല ഹാപ്പി ആയിരുന്നു. നിങ്ങളിവിടെ ഉള്ളത് കൊണ്ടാണെന്നല്ല ഇങ്ങനെ ഒരു സെലിബ്രേഷൻ നടത്താൻ പറ്റിയതും അത് ഞങ്ങൾക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയതും. അതുകൊണ്ട് ഇനിയുള്ള എല്ലാ പിറന്നാളും ഞങ്ങളെ ഓർക്കുമെന്നും ഈ ഒരു ദിവസം ഒരിക്കലും മറക്കത്തില്ല എന്ന് ഞങ്ങൾക്കറിയാം. അതുപോലെ നിങ്ങളെ മറക്കില്ല കേട്ടോ. എന്തായാലും ഞങ്ങളുടെ വക നല്ലൊരു പിറന്നാൾ ദിനം നിനക്ക് ആശംസിക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ചെറിയൊരു കലാപരിപാടിയുണ്ട്. ഈ കാണുന്നതാണ്. ബാക്കി വന്ന ബലൂണുകളെല്ലാം കുത്തിപ്പൊട്ടിക്കുക. കാണുന്നവർ വിചാരിക്കും ഇവളുമാർക്ക് എന്തോ തകരാറുണ്ടല്ലോ. ഉണ്ടോ? ഏയ്, വെറുതെ എന്തെങ്കിലുമൊക്കെ വേണ്ടേ.